ഹായ് വെൽക്കം ടു അവർ ചാനൽ വീനാസ് പഹേലി. അപ്പോൾ ഇന്ന് പീലുവിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ ബാക്കിയാണ് കേട്ടോ. അപ്പോൾ ഓൾറെഡി ഞാൻ വ്ളോഗ് ഇട്ടുണ്ടായിരുന്നു, നമ്മൾ ഔട്ടിങ് പോണത് ജസ്റ്റ് രാവിലെ പോയത്. അപ്പോൾ ഞാൻ അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ വ്ളോഗ് കണ്ടവർക്കറിയാം ഈവനിങ്ങിൽ സെലിബ്രേഷൻ ഉണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് എത്തി. ഇത് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് റോഡിലുള്ള സോൾ കിച്ചൻ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളവിടെ എത്തി. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് ഇനി. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഈവനിങ്ങിൽ കേക്ക് കട്ടിങ് ആൻഡ് ഫുഡ്, ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടി. Oh, yes. Huh? അപ്പോൾ നമ്മുടെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ എല്ലാവരും കൂടി ഇങ്ങനെ കൂടിയപ്പോൾ പീലു എന്താണെന്ന് കരുതിയിട്ടൊരു കരച്ചിലൊക്കെ അതിൻ്റെ ഇടയിലുണ്ടായിരുന്നു.
കേക്ക് നല്ല ടേസ്റ്റി ആയിരുന്നു. ഞാൻ വ്ളോഗിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായല്ലോ, കേക്ക് നല്ല അടിപൊളി കേക്കായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കേക്ക് എല്ലാവരും കൂടി കഴിച്ചു. പിന്നെ അത് റെസ്റ്റോറൻറ്റിൽ തന്നെ അവർക്ക് കൊടുത്തു, ഫ്രീസറിൽ വെക്കാൻ, ഫ്രിഡ്ജിൽ വെക്കാൻ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അലിഞ്ഞു പോകില്ല, ഞങ്ങൾ പോകുമ്പോൾ വൈകുമല്ലോ. അങ്ങനെ ഇങ്ങനെ അച്ഛനാ അയ്യോ അവിടെ കുഴപ്പമില്ല. ഇത് കിങ്ങിണി തന്നിട്ടുള്ള പോലെ അല്ലേ, കിങ്ങിണി തന്നിട്ടുള്ള പോലെ. അപ്പോൾ റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് സൂപ്പർബ് ആംബിയൻസ് ആട്ടോ. അങ്ങനെ നമ്മൾ എന്തെങ്കിലും സെലിബ്രേഷൻ പാർട്ടിയൊക്കെ നമ്മൾ ഗെറ്റ് ടുഗെദറൊക്കെ ചെയ്യാനായിട്ട് നമുക്കിങ്ങനെ ചെറിയൊരു സെറ്റപ്പൊക്കെ അവിടെ ഉണ്ട്. ഒന്നുമില്ല, ഓപ്പൺ റെസ്റ്റോറൻ്റ് ആണ്. ഉള്ളിലുണ്ട് കേട്ടോ റെസ്റ്റോറൻറ്റ്. നമുക്ക് ഇങ്ങനെ ബഹളം വെച്ചൊന്നും ആഘോഷിക്കാൻ പറ്റില്ല, പക്ഷെ നമുക്ക് ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ഗെറ്റ് ടുഗെദർ ചെയ്യാൻ പറ്റും. അവർ പറഞ്ഞു കഴിഞ്ഞാൽ അത് അറേഞ്ച് ചെയ്ത് തരും. അങ്ങനെ ഫുഡും അടിപൊളിയാണ്. പിന്നെ വെറൈറ്റീസ് ഉണ്ട്. അങ്ങനെ സൂപ്പ് വെച്ച് സ്റ്റാർട്ട് ചെയ്തു. ചിക്കൻ ക്ലിയർ സൂപ്പാണ് വാങ്ങിയത്, ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നോർമലി എനിക്ക് റൈസല്ലേ കഴിക്കാൻ പറ്റത്തുള്ളൂ, അപ്പോൾ ഫ്രൈഡ് റൈസ്, അതുപോലെ 2 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ചിക്കൻ കറി,
പിന്നെ ഞങ്ങളൊരു പ്ലാറ്റർ ചിക്കൻ വിങ്സിൻ്റെ പ്ലാറ്റർ ഓർഡർ ചെയ്തു. പിന്നെ അതുപോലെ കറീസ് അതായിരുന്നു, ബീഫ് ആൻഡ് ചിക്കൻ ഡിഫറെൻറ്റ് കുറേ വെറൈറ്റീസ് ആയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നാൻ, ഭൂരിഭാഗം ആൾക്കാർക്ക് നാനായിരുന്നു ഇഷ്ടം, അപ്പോൾ നാൻ ഓർഡർ ചെയ്തു. അങ്ങനെ അതൊക്കെയായിരുന്നു ഫുഡ് എന്ന് പറയുന്നത്. ഡെസേർട്ട്സും അടിപൊളിയായിരുന്നു കേട്ടോ. ഐസ്ക്രീം, ജ്യൂസസ്, പിന്നെ പുഡിങ്, അതൊക്കെയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. എല്ലാം നല്ല വെറൈറ്റി ആയിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ഓർഡർ ചെയ്തത് ഒരു ബ്രൗണി സൺഡേ ഐസ്ക്രീം. ഞാൻ അങ്ങനെ ഐസ്ക്രീം ആൻഡ് ബ്രൗണി അങ്ങനെ മിക്സ് ചെയ്ത് കഴിച്ചിട്ടില്ല, അപ്പോൾ അത് നല്ലൊരു കോംബോ ആയിട്ടുള്ള ഡെസേർട്ടായിരുന്നു. ബാക്കി ഫ്രഷ് ജ്യൂസും അതുപോലെ ഐസ്ക്രീംസ് തന്നെ ഓർഡർ ചെയ്തത്. പിന്നെ പുഡിങ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം സൂപ്പറായിരുന്നു. അപ്പോൾ അങ്ങനെ സെലിബ്രേഷൻ കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് പീലുവിൻ്റെ ബർത്ത്ഡേ വിശേഷങ്ങൾ. അപ്പോൾ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എപ്പോഴും പറയുന്ന പോലെ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു വേറെ വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.